അസ്സലാമലൈക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഫൈസിക്കുട്ടൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇന്ന് ആ ദിനത്തിലെ ചില മനോഹര നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാണേ. എൻ്റെ കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയപ്പോൾ വീടാകെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കേക്ക് മുറിച്ചതിനേക്കാൾ സന്തോഷമാക്കിയത് കുട്ടികളെല്ലാവരും കൂടെ കളിച്ചതും ചിരിച്ചതും ഒരുമിച്ചുള്ള ആ നിമിഷങ്ങളും എല്ലാം വളരെ സന്തോഷമായിരുന്നു കേട്ടോ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് ഫോണിലും ഗെയിമുകളിലുമാണ്. പക്ഷെ ഇങ്ങനെ കൂട്ടുകാർ ഒത്തുകൂടുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും എല്ലാം കൂടുതൽ ശക്തമാവുകയല്ലേ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിള്ളേരെല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം അവരുടെ മനസ്സിൽ നല്ല ഓർമ്മകളായിട്ട് എന്നും നിലനിൽക്കും അല്ലേ. എനിക്ക് അങ്ങനെയൊക്കെയാ തോന്നുന്നത് കേട്ടോ. അവരുടെ കളികളും ചിരികളും കുസൃതികളും എല്ലാം കണ്ടപ്പോൾ എനിക്കും ചെയ്യാനും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആ ദിവസം ഓരോ കുഞ്ഞിന്റെ ആ മുഖത്തെ സന്തോഷം കണ്ടപ്പോഴേ ഈ ചെറിയൊരു ഒത്തുചേരൽ എത്ര വിലപ്പെട്ടതാണെന്ന് എനിക്കത് മനസ്സിലായി കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ദിവസം. ജീവിതത്തിലെ ചില മനോഹരമായ ഓർമ്മകൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നിമിഷങ്ങളിലൂടെ ഉണ്ടാകുന്നത് അല്ലേ. ഫൈസിക്കും അവന്റെ കൂട്ടുകാർക്കും ഈ ദിവസം എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കട്ടെ. ഫൈസിയുടെ കൂട്ടുകാരും മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ സച്ചിക്കുട്ടന്റെ കൂട്ടുകാരനും ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ റയാൻകുട്ടൻ. അത് പറയാൻ മറന്നുപോയി, അവനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ആഘോഷത്തില്. അതിന്റെ പേരെന്നാടാ? പോടാ. നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഇട്ട്. അത് കൊള്ളാം. നിന്റെ ഇത്തിയുടെ പേര് എന്നാടാ? പിള്ളേരെല്ലാം അവിടെ കളിക്കുന്ന സമയത്ത് ഞാൻ കേക്കിന്റെ ബാക്കി പരിപാടികൾ തുടങ്ങുവാണേ. അല്ലോ, ഇതാണ് ഏറ്റവും മെനക്കെട്ട പരിപാടി. പ്രിന്റ് എല്ലാം കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. എത്ര മണിക്കൂർ എടുത്തറിയോ ഇത് കട്ട് ചെയ്തെടുത്തത്. പിള്ളേരെല്ലാം മേളിൽ നമസ്കരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി നോക്കിയതാണേ. ഇവന്മാർക്കെല്ലാം മന്തിയാണ് ഇഷ്ടമെന്ന് ഫൈസി നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ സിയാദിന് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നേ. പിന്നെ കല്യാണം കഴിഞ്ഞ് സിയാദ് മന്തിയെല്ലാം വാങ്ങിച്ച് പിള്ളേർക്ക് കൊണ്ടുവന്നേ. അങ്ങനത്തെ അവന്മാർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ സച്ചുനെയും റയാനെയും കണ്ടില്ല കേട്ടോ. റയാൻ്റെ വീട് വരെ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ ആൾക്കാരാണ്, ഇതുവരെയായിട്ടും കണ്ടില്ല കേട്ടോ. അങ്ങനെ റയാൻകുട്ടൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കേട്ടോ രണ്ടുപേരും കൂടെ. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. സിയാദ് ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്നു. എന്ത് തോന്നിയോ ഇങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കാത്ത തണുപ്പാ ചുമയാന്ന് പറയുന്ന ആളാ. പിന്നെ ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ കേക്ക് എല്ലാം സെറ്റായി ഗൈസ്. എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യണേ. ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. സിയാദ് പോയി സ്പീക്കറും എല്ലാം എടുത്തോണ്ട് വന്നു മേളിന്നെ. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. പിള്ളേരെല്ലാം കൂടെ സിയാദിനെ പാട്ട് പാടാൻ നിർബന്ധിക്കുവാണ്. അയ്യോ, കയ്യോടെ എല്ലാം ക്ലീൻ ആക്കിയില്ലെങ്കിൽ നല്ല പണിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. കുട്ടികളെല്ലാം ഗിഫ്റ്റുകളുമായിട്ടാണ് വന്നിരുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലുള്ള സ്നേഹവും കരുതലുമാണ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഗിഫ്റ്റിൻ്റെ വിലയിലല്ല. ഓരോ കുഞ്ഞും ആ ഗിഫ്റ്റുകൾ കൈമാറിയതും ഫൈസി അത് സന്തോഷത്തോടെ വാങ്ങിക്കുന്നതൊക്കെ കണ്ടോ ശരിക്കും മനസ്സ് നിറഞ്ഞു കേട്ടോ. ഈ സമ്മാനങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ പഴയതാവും. പക്ഷെ ഈ നിമിഷവും പിന്നെ ഇത് നൽകിയ സന്തോഷങ്ങളും എല്ലാം എന്നും മനസ്സിൽ ഓർമ്മയിൽ നിൽക്കത്തില്ലേ അല്ലേ, നിങ്ങൾ പറ. അങ്ങനെ കുറച്ചു നേരം പിള്ളേരൊക്കെ ആയിട്ട് വെളിയിലൊക്കെ ഇരുന്ന് അവന്മാരെ കൊണ്ടുവിടാനുള്ള സമയമായേ. ഇത് ഭയങ്കര പ്രശ്നമായി കേട്ടോ. ലാസ്റ്റ് ആയപ്പം ആദ്യം ഒരാളെ കൊണ്ടുവിടണമെന്ന് രണ്ടവന്മാർ വഴക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര. ലാസ്റ്റ് 2 ടോസ് ഇടാൻ തീരുമാനിച്ചു സിയാദെ. ആദ്യം ആരെ കൊണ്ടുവിടണമെന്നേ.
മൂന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ കൊച്ചിനെ കൊണ്ട് എടുപ്പിക്കാം. ആദ്യം എഴുതുന്നത് ആദ്യം ആദ്യം സെൽഫി കാണുന്നുണ്ട്. ആദ്യം കിട്ടുന്നിടത്ത് ആദ്യം പോവേ. സെൽഫി അപ്പൊ തീരുമാനമായി. ഒരാളെ കൊണ്ടുവിടേണ്ടത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നേ. അതുകൊണ്ട് റയാനും സച്ചുവും കൂടെ സൈക്കിളും എടുത്തുകൊണ്ട് ഞങ്ങളെക്കാട്ടി മുന്നിൽ പോവാന്ന് പറഞ്ഞ് പോവാണേ. നമ്മള് താരിക്കിന്റെ വീട്ടിലോട്ട്. അങ്ങനെ എല്ലാവരെയും അങ്ങ് കൊണ്ടുവിട്ടു കേട്ടോ. പക്ഷെ കുറച്ച് നേരത്തെങ്കിലും മനസ്സിലെ വിഷമങ്ങളും ടെൻഷനുകളും കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള ടെൻഷനുകളെല്ലാം ഒരു ദിവസത്തേക്കെങ്കിലും ഞാൻ മറന്നുപോയി കേട്ടോ. അത്ര സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. പിള്ളേരുടെ കളിയും ചിരിയും അവരുടെ കൂടെ ചേർന്ന് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. അന്നത്തെ മനസ്സിലെ ടെൻഷനും വിഷമവും എല്ലാം ഞാൻ ആ ദിവസം മറന്നുപോയി ശരിക്കും. പിന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്തേക്കണേ. പിന്നെ വീഡിയോസ് ഇനിയും തുടരെ കാണണമെങ്കിൽ ആ ബെല്ലൈക്കനും കൂടെ ചെയ്താലേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.